ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഗാർഡനിങ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ ചെടികളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് കുറേ പ്ലാന്റ്സ്, വീട്ടിൽ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടും സ്വന്തമായിട്ടൊരു വീട്, ആ വീട്ടിലൊരു പൂന്തോട്ടം, ഇതൊക്കെ കുറേ ആൾക്കാരുടെ സ്വപ്നമായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കാത്തൊരു കുറവായിരിക്കും. പിന്നെ പ്ലാന്റ്സൊക്കെ ചെടിപ്രാന്തന്മാർ എന്ന് പറയുമല്ലോ, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. എനിക്ക് പ്ലാന്റ്സ് അത്രയും ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ നടന്ന് ഇങ്ങനെ പോകട്ടെ, കുറേ ദൂരം പോകുന്ന സമയത്തൊക്കെ കാണാത്ത ചെടികൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ വീട്ടുമുറ്റത്ത് എത്തുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് ചോദിച്ച് മേടിക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ പ്ലാന്റ്സൊക്കെ ഇന്നത്തെ പോലെ നഴ്സറികളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ അങ്ങനെ കുറവായിരുന്നു ഇന്നത്തെ ഒക്കെ നോക്കുകയാണെങ്കിലല്ലോ. പിന്നെ റെയറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കലും കുറവാണല്ലോ. ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെണ്ടത്തൈകൾ നമ്മുടെ തൊടിയിലല്ല, അത് അപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ. അവിടെ നിന്ന് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കാട് പോലെയായിട്ട് പുല്ലുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ കിടക്കുമ്പോൾ ഒരു ഇതല്ല, അപ്പം ഞാനവിടെ കുറച്ച് തൈകൾ വെച്ച് കൊടുത്തു. അപ്പം നമ്മളൊന്നുകൂടെ കെയർ ചെയ്യുമല്ലോ. പിന്നെ ഇതാ വീട്ടിൽ നിന്ന് പോകുന്ന ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ കൊണ്ടിട്ട്, അപ്പോൾ കുറച്ച് കറ്റാർ വാഴ തൈകളും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഒരു ഏരിയ ഞാൻ വെറുതെ വിടില്ല. ഈ കഴുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ മെറ്റലായിരുന്നു, ഞാനതൊക്കെ നീക്കി അവിടുന്ന് കുറച്ച് വഴുതനങ്ങ തൈയും 2 മുളക് തൈയൊക്കെ ഞാൻ അതിൻ്റെ ചുവട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഭാഗത്തൊക്കെ നിറയെ പുല്ലുകളായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനും കാക്കയും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ അങ്ങനെ കൂടിയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വിട്ട് നിന്ന് കാണുമ്പോൾ ഒരു പച്ച നിറത്തിൽ കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. പക്ഷെ അടുത്ത് വരുമ്പോൾ അങ്ങനെ പുല്ല് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വൃത്തിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ അതങ്ങനെ പറിച്ചെടുക്കും ഞാൻ കേട്ടോ. പുല്ലുകളൊക്കെ പലർക്കും ഒരു ശല്യമായിരിക്കും, പക്ഷേ എനിക്കിവിടെ അതൊരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമുക്കതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം പുല്ലുകളൊക്കെ പറിച്ചെടുത്ത് നമ്മൾ വെറുതെ തൊടിക്കങ്ങ് എറിയാറല്ല ചെയ്യാറുള്ളത്. ചാക്കിലെടുത്ത് വെച്ചിട്ട് നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണിടുക, അതുപോലെ കരിയില ഉണ്ടെങ്കിൽ അത് ഫുഡ് വേസ്റ്റ് അല്ല, നമുക്ക് പച്ചക്കറി തൊലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് ചെടിച്ചട്ടിയുടെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് അതിട്ട് കൊടുത്താൽ ചട്ടിക്കൊക്കെ നല്ല വെയിറ്റ് കുറയും. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കാം, ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗാർഡനൊന്നും ആയിട്ടില്ല, ചെറിയൊരു കളക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ചെടികളിങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ റെഡിയാക്കി, വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി അങ്ങനെ കൊണ്ടുവരാമെന്ന പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളൊക്കെ ചെറിയ മക്കളുള്ളതുകൊണ്ട് തന്നെ എനിക്കെല്ലാം കൂടെ എത്തൂല എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീടിന് ചുറ്റുമായിട്ടും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സൈഡിലേക്കും ബാക്കിലേക്കൊക്കെ ആയിട്ട് തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് നായ്ക്കളും അങ്ങനെയുള്ള ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തത്. പക്ഷേ എന്നാൽ കൂടി ഉണ്ടല്ലോ, നായ്ക്കൾ മഴ തുടങ്ങിയ സമയത്ത് നായ്ക്കൾ നല്ലപോലെ കയറിയിട്ട് സിറ്റ് ഔട്ടിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതിലൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു കല്ലിൻ്റെ ഹൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നായ കയറൂല എന്ന് നമുക്ക് തോന്നിട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി പഠിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ചിലവല്ലേ. അപ്പോൾ അത് കുറക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ജസ്റ്റ് ചട്ടികളൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഒരു കല്ലിൻ്റെ ഹൈറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ചട്ടിയൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും വരികയാണെങ്കിൽ നമുക്കതിനനുസരിച്ചൊരു തീരുമാനം എടുക്കാനായിരുന്നു. ഈ കാണുന്നത് റോയോ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2 വെറൈറ്റീസ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഡാർക്ക് ഗ്രീനും പർപ്പിളും വരുന്നതും പിന്നെ ഒരു പിങ്ക് വൈറ്റ് വരുന്നതുണ്ടല്ലോ, അങ്ങനെ 2 വെറൈറ്റി എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോകുന്ന സമയത്ത് ഓരോ പ്രാവശ്യം പോകുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ കൊണ്ടുവരും. മുൻപ് കൊണ്ടുവന്നത് ഇതുപോലെ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലെ കവറിൽ വെക്കാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനെ കിണറിൻ്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ കുറേ ഇരിക്കുന്നത് കാണുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ കിണറിൻ്റെ 2 ഭാഗത്തായിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലാന്റ്സ് ആയിട്ടാണല്ലോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്ര തന്നെ ഭംഗിയൊന്നും കിട്ടില്ല. പക്ഷേ ഇതിനി നല്ല തിക്കായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ വേരിൽ നിന്ന് വേറെയും തൈകൾ അങ്ങനെ മുളച്ച് വരും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇത് ഓരോ തൈകൾ അങ്ങനെ വെച്ച് കൊടുത്തല്ലോ, ഇനി അത് കുറച്ച് ടൈം എടുക്കും അങ്ങനെ വളർന്നു വരാനായിട്ട്. ഇനി അത് കാക്ക ക്ലാസ്സിന് പോയ ടൈമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളതൊക്കെ കേൾക്കാം.
തറയിലൊന്നും വെക്കരുത്, ചട്ടിയിൽ മാത്രം വെച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടില്ല. പിന്നെ നല്ല തിക്കായിട്ടൊന്നുള്ള ചെടികൾ വേണ്ട, നമുക്ക് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ് എന്ന് എപ്പോഴും എന്നോട് പറയാറുള്ളതാണ്. പക്ഷേ എനിക്ക് ആ പ്ലാന്റ് അവിടെ വെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വെച്ചിട്ടോ. നമുക്ക് ഫുൾ ഫ്രീഡം കിട്ടുന്നത് നമ്മുടെ വീട്ടിലല്ലേ. ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു കിണറിൻ്റെ അത് കാണിക്കല്ല കേട്ടോ. പക്ഷേ കിണർ നിങ്ങൾ സ്ക്വയർ കിണർ കണ്ടല്ലോ, നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ വന്ന ടൈമിൽ കുറേ ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് സ്ക്വയറിലുള്ള കിണർ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തതായിരുന്നോ എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മളത് പറമ്പ് വാങ്ങിയ സമയത്ത് നമുക്കിങ്ങനെ സ്ക്വയറിലായിട്ടുള്ളൊരു കിണറായി, നമ്മൾ കഴുങ്ങും തെങ്ങൊക്കെ ഉള്ള തോട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഉള്ള കിണറാണ് കേട്ടോ. അത് നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടാരോ ചെയ്യിച്ചതാവും കേട്ടോ അത്. അപ്പം ഒരു ആകെ പുല്ലൊക്കെ കെട്ടി ആകെ വൃത്തികേടായിട്ടുള്ളൊരു കിണറായിരുന്നു അത്. പക്ഷെ നമ്മളത് ഇങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടോ നമ്മൾ. ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കിണർ ഇളക്കുന്നതിൻ്റെ ഡബിളായിട്ടുള്ള റേറ്റ് നമുക്കിതിങ്ങനെ ഈ രീതിയിലാക്കിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വെള്ളമൊക്കെയുള്ളൊരു ഏരിയ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ കിണറിലും വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയില്ല കേട്ടോ. നമുക്ക് നഷ്ടം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയില്ല. കാരണം നമുക്ക് പിന്നീട് ഉള്ളതാണല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് അങ്ങനെ ചെയ്തു കേട്ടോ. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഫോൺ മൊത്തം ക്ലീനാക്കി ആകെ സ്റ്റോറേജായിട്ട് പഴയ വീഡിയോസൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും ഗാർഡൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇത് കൊടുക്കണം എന്ന് ഞാൻ കരുതി. കാരണം പിന്നീട് നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു മെമ്മറി ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ ഇത്, മെമ്മറബിൾ അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഉൾപ്പെടുത്തിയതാണേ. അപ്പോൾ അതങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ചെടിച്ചട്ടികൾക്ക് ഇപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഒരു 3 വർഷം മുൻപുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആ കിഴങ്ങിൻ്റെ തൈകളൊക്കെ കണ്ടല്ലോ, ചെറിയ തൈകളായിരുന്നു, അതിലും ചെറുതായിട്ട് നമ്മൾ വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ അങ്ങനെ വലുതായി. പിന്നെ ഇതാ നമ്മൾ മുറ്റത്ത് മെറ്റലാണ്, നമ്മൾ ബേബി മെറ്റൽ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹം നമുക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ കാണുന്നതുണ്ടല്ലോ, നമ്മുടെ കിണറിൻ്റെ ബാക്ക് സൈഡാണ് ഒരു ഗേറ്റ് കടന്ന് നേരെ വരുന്ന ഒരു ഭാഗം കേട്ടോ. അവിടെ എനിക്ക് ChatGPT ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് പഠിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആ ഭാഗം ഞാൻ അവിടെ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടെത്തും. ഇത് തന്നെ ഇപ്പോൾ എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു കുറച്ച് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ ചോദിച്ചപ്പോൾ തന്നിട്ടുള്ളൊരു പിക്കായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം മുറ്റെടുത്തിട്ടാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മുറ്റത്തായിട്ട് ഇതുപോലെ അങ്ങനെ ഇരിക്കാനുള്ളൊരു ഏരിയ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ കാക്കനോട് നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മതിൽ പണീൻ്റെ ആ കൂട്ടത്തിൽ തന്നെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വെച്ച് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ടൈൽസിൻ്റെ ഒക്കെ പീസുകൾ ബാലൻസ് വരുമല്ലോ, അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിന്നാണ്ട്. അപ്പം എന്തായാലും ചെയ്തപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ മുറ്റമൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞപ്പം ചിലരൊക്കെ അത് അതിമോഹമായിട്ടാരും കരുതണ്ട. കാരണം നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളെങ്കിലും നമുക്ക് കിട്ടുക. ഇത്രയും അള്ളാഹു തന്നതിൽ ഒരുപാട് റബ്ബിനോട് ഗ്രേറ്റ്ഫുൾ തന്നെയാണ് കേട്ടോ. തന്നതൊന്നും മറന്നുകൊണ്ട് സംസാരിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്കൊക്കെ ഈ കുഞ്ഞു ഗാർഡനും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും ഷെയർ ആക്കാനൊന്നും മറക്കല്ലേ. അതേപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.